ഈ കുണ്ടലിനി യോഗം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ആൾക്കാർക്ക് പല രീതിയിലുള്ള സംശയങ്ങളുണ്ടാകും. നമ്മൾ സാധാരണഗതിക്ക് ഇട, പിങ്കള, സുഷുമ്ന ഇങ്ങനത്തെ നാഡികളെയൊന്നും കാണുന്നില്ല. അതേപോലെ മൂലാധാരം എവിടെയാണ്, സ്വാധിഷ്ഠാനം എവിടെയാണ്, ആ ചക്രങ്ങളൊക്കെ എങ്ങനെയാണ്, അതിൻ്റെ പദ്മങ്ങളൊക്കെ പറയുന്നു, അതൊക്കെ എങ്ങനെയാണ് ഈ കുണ്ടലിനി ശക്തി ഉയരുന്നത്, എങ്ങനെയാണത് ഓരോ ചക്രഭേദനങ്ങൾ ചെയ്യുന്നത്, ഇതിലെങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിലുള്ള ഭൂമി, ജലം, ആകാശം, അഗ്നി, വായു ഈ തത്വങ്ങളൊക്കെ എങ്ങനെയാണ് അടങ്ങുന്നത്, എങ്ങനെയാണ് സുധാസാരാഭിവർഷം അല്ലെങ്കിൽ അമൃത് പ്രവഹിക്കുന്നത് എങ്ങനെയാണ്, സഹസ്രതല പദ്മം അവിടെ 1000 താമരകൾ 1000 ഇതളുള്ള താമരയൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ എന്നൊക്കെ സംശയം ഉണ്ടാവും. അതുപോലെ ഈ സിദ്ധിവിശേഷങ്ങൾക്ക് വേണ്ടിയാണ് ഈ കുണ്ടലിനി യോഗം അഭ്യസിക്കുന്നത്. അനാഹത ചക്രത്തിൽ കുണ്ടലിനി വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മനസ്സൊക്കെ അറിയാൻ സാധിക്കും. ആജ്ഞാചക്രം വരെ കുണ്ടലിനി ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഓരോന്നും മറ്റുള്ളവർ അനുസരിക്കും. അങ്ങനെയുള്ള സിദ്ധിവിശേഷങ്ങളാണ് ഇതിൻ്റെയൊക്കെ പ്രയോജനം എന്ന് കരുതുന്നവർ ഉണ്ടാകും. ഇതൊന്നും പ്രത്യക്ഷ ഗോചരമല്ലല്ലോ. ഇത് എങ്ങനെയാണ് യുക്തിഭദ്രമാകുന്നത്, എങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ സമ്മതിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് തോന്നലുണ്ടാകും. ശ്രീരാമകൃഷ്ണ പരമഹംസരോട് ഒരിക്കൽ വിവേകാനന്ദ സ്വാമികൾ ചോദിച്ചു, ഇങ്ങനെ ഈശ്വരൻ എല്ലായിടത്തും ഉണ്ടെന്ന് പറയുന്നു, നമ്മൾ കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചു. അതൊരു സന്ധ്യാ സമയമായിരുന്നു, നക്ഷത്രങ്ങളൊക്കെ തെളിഞ്ഞു വരുന്ന സമയം. രാമകൃഷ്ണ പരമഹംസർ വിവേകാനന്ദനോട് ചോദിച്ചു, കുഞ്ഞെ നിനക്കിപ്പോൾ നക്ഷത്രങ്ങളൊക്കെ കാണാമോ എന്ന് ചോദിച്ചു. അപ്പോൾ നക്ഷത്രങ്ങളൊക്കെ തെളിഞ്ഞ് കാണുന്ന ഒരു സമയമാണ്. കാണാമല്ലോ. രാവിലെ നിനക്ക് കാണാമായിരുന്നോ എന്ന് ചോദിച്ചു. രാവിലെ എങ്ങനെ നക്ഷത്രങ്ങൾ കാണില്ലല്ലോ. പകലിൽ നക്ഷത്രം കാണുന്നില്ല എന്ന് വിചാരിക്കുന്നതുകൊണ്ട് നക്ഷത്രങ്ങളില്ല എന്ന് പറയാൻ പറ്റുമോ? അത് എപ്പോഴും ഉള്ളതാണ്. അതുപോലെ ഇത് ആപ്തപ്രമാണം എന്ന് ഭാരതീയ തത്വസംഹിതയിൽ പറയും. നമ്മൾ പ്രത്യക്ഷമായിട്ട് നമ്മൾ കണ്ടില്ലെങ്കിലും മഹർഷീശ്വരന്മാരൊക്കെ അഭ്യസിച്ചും എല്ലാവരും ഒരുപോലെ പറയുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. ദേവി കുലാമൃതൈക രസികയാണ്. കുലമാകുന്ന ഈ യോഗപ്രക്രിയ കൊണ്ട് ആ അമൃതിനെ ആസ്വദിക്കുന്നവളാണ്, രസികയാണ് ദേവി എന്ന് 90-ാമത്തെ നാമത്തിൽ പറയപ്പെട്ടു. അതുകൊണ്ട് ഇതെല്ലാം പ്രത്യക്ഷ ഗോചരം അല്ല എന്നും യോഗജ പ്രത്യക്ഷങ്ങളാണ്, യോഗസാധന ചെയ്യുന്നവർക്ക് പ്രത്യക്ഷമാണെന്നും അവർ അറിയും എന്നും ആണ് അടുത്ത മന്ത്രത്തിൽ സൂചിപ്പിക്കുന്നത്. കുലാമൃതൈക രസിക കുലസങ്കേത പാലിനി. ഈ കൗലമാർഗത്തിൻ്റെ, ഈ കുണ്ടലിനി മാർഗത്തിൻ്റെ സങ്കേതങ്ങളെ പാലിക്കുന്നവൾ എന്നാണ് 91-ാമത്തെ നാമമായ കുലസങ്കേതപാലിനി എന്നുള്ളതിൻ്റെ അർത്ഥം. കുലസങ്കേതങ്ങളെ പാലിക്കുന്നവൾ എന്നാണ് അർത്ഥം. സങ്കേതം എന്നുള്ള വാക്കിന് രഹസ്യമായ സൂചന എന്നാണ് അർത്ഥം. സങ്കേത വാക്കുകൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ പറയുന്നവർ പൊതുവായിട്ട് പറഞ്ഞാലും കൂടി അതിനെ പറ്റിയിട്ട് അറിയുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. മുമ്പിലൊരു വലിയ കൂട്ടം ജനങ്ങളുണ്ടാകാം, പക്ഷേ എല്ലാവർക്കും അത് മനസ്സിലാവില്ല. പക്ഷേ ഇവർ പറയുന്ന സൂചനകൾ അത് അറിയുന്ന, ആ കാര്യം മാത്രം അറിയുന്ന അല്ലെങ്കിൽ അത് അഭ്യസിക്കുന്നവർക്ക് മാത്രം മനസ്സിലാവും. അതിനെയാണ് സങ്കേതം എന്ന് പറയുന്നത്. ഈ പറയുന്ന ആൾക്കും അത് അഭ്യസിക്കുന്ന ആൾക്കും മാത്രം മനസ്സിലാകുന്നതാണ്. ഈ കുണ്ടലിനി മാർഗത്തിൽ സഞ്ചരിക്കുന്ന ആൾക്കാർക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അങ്ങനത്തെ സങ്കേതമായിട്ട്, രഹസ്യമായിട്ട് ആ സങ്കേതങ്ങളെ പാലിക്കുന്നവൾ, ഈ കാര്യങ്ങളൊക്കെ യോഗികൾക്ക് പ്രത്യക്ഷമാണ്. അവർക്കാണ് ഇതിനെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക. യോഗജ സാധന കൊണ്ട് ഇതിനെ അറിയാൻ സാധിക്കുള്ളൂ. അല്ലാണ്ട് ഇതിനെ ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്താൽ മാത്രം മനസ്സിലാവില്ല. ഇത് സിദ്ധിവിശേഷങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. ഇത് വേദാന്തികൾക്കും സാഖ്യന്മാർക്കും ഇത് ഒരേപോലെ ഇത് അഭ്യസിക്കേണ്ടതാണ്. എന്താ വെച്ചാൽ
ഈ സൃഷ്ടി വികാസക്രമത്തിൽ ഭൗതികമായ കാര്യങ്ങളാണ് ആദ്യം പറയുന്നത്. തന്മാത്രകളുണ്ടായി, അതിൽ നിന്ന് പഞ്ചഭൂതങ്ങളുണ്ടായി, അതിൽ നിന്നും ഇന്ദ്രിയാദികളൊക്കെ ഉണ്ടായി. അതിനു മുമ്പ് അഹങ്കാരമുണ്ടായി, അഹങ്കാര തത്വത്തിന് മുമ്പേ മൂലപ്രകൃതി ഉണ്ടായി. മൂലപ്രകൃതിയിലും മുമ്പിലെത്തതാണ് പുരുഷൻ എന്നൊക്കെയാണ് സാഖ്യദർശനം. സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിലേക്കും സൂക്ഷ്മത്തിൽ നിന്നും അതിസൂക്ഷ്മമായ പുരുഷനിലേക്കുമാണ് അവർ പോകുന്നത്. അങ്ങനെയാണ് ഈ സൃഷ്ടി വികാസക്രമം, സൃഷ്ടി ഉണ്ടായതെന്ന് അവർ പറയും. അപ്പോൾ ഈ ഈ ഈ ജഡമായ ശരീരം ആണെന്ന് നമ്മൾ വിചാരിക്കുന്നത്. ഈ ശരീരത്തിൽ തന്നെ പഞ്ചഭൂതങ്ങളും ഇന്ദ്രിയങ്ങളും സൂക്ഷ്മമായ അഹങ്കാരാദികളും സത്വരജസ്തമോ ഗുണങ്ങളും അതിനും ഇങ്ങനത്തെ സൂക്ഷ്മ തത്വങ്ങളും പ്രകൃതിയും ഒക്കെ ഉണ്ട്. ഇതം ശരീരം കൗന്തെയ ക്ഷേത്രമിത്യഭിധീയത്തെ എന്ന് ഈ ശരീരത്തെ ക്ഷേത്രമായിട്ട് ഭഗവാൻ പറയുന്നു. ഈ ക്ഷേത്രത്തെ അറിയുന്ന, ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ഈശ്വര ചൈതന്യത്തെ അറിയുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. അതിനെ തന്നെയാണ് ഈ കുണ്ടലിനി യോഗവും പ്രതിപാദിക്കുന്നത്. ജഡമായ ഈ പൃഥിവ്യാദി ഭൂതങ്ങളിൽ നിന്നും ശിവമാകുന്ന ആ തത്വത്തെ പ്രാപിക്കുക, അതിലൂടെ പരമാനന്ദത്തെ അനുഭവിക്കുക എന്നുള്ളതിനെയാണ് ഈ യോഗപ്രക്രിയ, കുണ്ടലിനി യോഗം എന്ന് പറയുന്ന ആ പ്രക്രിയ പ്രതിപാദിക്കുന്നത്. അതിനെയാണ് ഈ സങ്കേതങ്ങളെ, ഈ രഹസ്യങ്ങളെ പാലിക്കുന്നവളാണ് ദേവി എന്നുള്ള അർത്ഥത്തിൽ കുലസങ്കേത പാലിനി എന്നുള്ള മന്ത്രം 91ാമത്തെ നാമം ഈ തത്വത്തെയാണ്, ഈ വിവരങ്ങളെയാണ് വിശദീകരിക്കുന്നത്. ലളിതാ സഹസ്രനാമത്തിൽ കുണ്ടലിനി ശക്തിയെപ്പറ്റി പ്രതിപാദിക്കുന്ന വിവരങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിശദീകരണങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാം.